ദേ മമ്മിക്കും പപ്പയ്ക്കും വേണ്ടി ഒരു ഗിഫ്റ്റ് പള്ളിനടയിൽ വെച്ചിട്ട് പപ്പയ്ക്കും മമ്മിക്കും. അതവനെ കാണാണ്ടായേ ഞാൻ അന്വേഷിച്ച് നടക്ക പിടിക്ക് പോയി എന്ന് വെച്ചിട്ട് എനിക്കറിയില്ല. അപ്പൊ ഞങ്ങൾ എല്ലാവരും ഡ്രസ്സൊക്കെ മാറി പുറത്തു പോകാന്നൊക്കെയാണ്. അപ്പൊ മമ്മിയുടെ ചക്ക വറുത്തത്, ചായ കുടിച്ചോട്ടാ, അപ്പേക്ക് കുടിച്ചു. അപ്പൊക്കെ ഡ്രസ്സൊക്കെ മാറി എല്ലാവരും ഡ്രസ്സൊക്കെ മാറി സെറ്റായിട്ടിരിക്കണ് പോവാനായിട്ട്. ഒരാൾ ഡ്രസ്സ് മാറിക്കൊണ്ടിരിക്കണ്. അല്ല യോ ബേബി എല്ലാവരും പച്ച കളറാണ്. പച്ചിഷ് ആടിശ്ശേരി ഹായ് കൊടുത്തേ. ഹായ് ഗായ്സ്. ഹായ് ഗായ്സ് പറയട്ടെ. അപ്പൊ ഞങ്ങള് ഇറങ്ങുമ്പോ കാഞ്ചന ഗായ്സിന് ഞങ്ങള് പോണ സ്ഥലം എവിടേക്കാണെന്നും അവിടത്തെ വിശേഷങ്ങളും അല്ല പള്ളി ഒക്കെ മമ്മി എന്തായാലും പൊളിച്ചു. മമ്മിക്ക് ഭയങ്കര സന്തോഷമാണ് പള്ളികളിലേക്ക് പോണത്. ഞങ്ങളെല്ലാഴ്ച പോണാണ്. അതിന്റെ ത്രില്ലിങ് മമ്മിയുടെ മുഖത്ത് കാണാൻ കേട്ടാ. അപ്പൊ ആദ്യം കണ്ണാടേക്ക് വെച്ച് അപ്പൊ നമ്മള് നേരെ പോവാണ്. അപ്പൊ അവിടെ ബീച്ചിലൊക്കെ അടിപൊളിയായിട്ട് കുറച്ച് സമയം ഔട്ട് ചെയ്യും. നമ്മുടെ ചിമ്പപ്പം മുകളിൽ കയറിയിട്ടുണ്ട്. ചിമ്പക്കാം. അപ്പൊ ഇന്നത്തെ ദിവസം ഇനി അവിടെ കുറച്ചേരൊക്കെ കറങ്ങി ബീച്ചൊക്കെ കാണിച്ച്. അപ്പൊ അവര് കാണാത്ത പള്ളികളാണ് വേളിയും വെട്ടുകാടൊക്കെ. അപ്പൊ അങ്ങോട്ട് പോയി അവിടത്തെ ബീച്ചൊക്കെ കണ്ട് അടിപൊളിയായിട്ട് ഇന്നത്തെ ദിവസം അടിപൊളിയായിട്ട് വരും. നമ്മള് എല്ലാരും വേളി പള്ളിയിലെത്തിയിട്ടുണ്ട്. അമ്മച്ചി പള്ളിയുണ്ട്. അന്നോളം കേട്ടോ. ഗുഡ് ബൈ. അത് ചുമ്മാ കൊടുത്തിട്ട് പോയി. പ്രാർത്ഥിച്ചു, പള്ളിയിൽ പ്രാർത്ഥിച്ചു. ഇനിയിപ്പോൾ ആരാധനാലയം കാണാനായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് ഉള്ളിൽ
അപ്പം അതിനുള്ളിൽ വീഡിയോ ഒന്നും പറ്റില്ല. അപ്പോൾ ഉള്ളിൽ കയറിയിട്ട് പ്രാർത്ഥിക്കുക. ഗൈസ് ഞങ്ങൾ പ്രാർത്ഥിച്ചിറങ്ങി. വലിയ പള്ളിയാണ് കേട്ടോ വേളി പള്ളി. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നേരത്തെ നമ്മുടെ വ്ളോഗിലൊക്കെ കണ്ടിട്ടുണ്ടാവും വേളി പള്ളി. ഇതേപോലെ തന്നെയാണ് വെട്ടുകാട് പള്ളി, ഇതിനേക്കാളും വലുതാണ് വെട്ടുകാട് പള്ളി. വന്നിരിക്കുമ്പോൾ ഒരു സുഖമാണ്, സൈലൻസാണ്. എനിക്ക് എല്ലാ ചർച്ചിലും പോകാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. കാരണം പ്രാർത്ഥിക്കാൻ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്പലമാണെങ്കിലും പള്ളിയാണെങ്കിലും രണ്ട് ഒരു രീതിയിലുള്ള ഒരു വൈബാണ്. പള്ളിയിൽ ചെല്ലുമ്പോൾ വേറൊരു ക്വൈറ്റ് പിന്നെ സൈലൻസ് ആയിട്ടുള്ളൊരു ഇത്. അമ്പലത്തിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊരു അതെ മണിയിട്ട് വേറെ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു അടിച്ച് ഹായ് പറഞ്ഞ ഹായ് പറഞ്ഞ ഹായ് പറഞ്ഞ ഹായ് ഇവിടെ ഹായ് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥിച്ചു. അതെ. അപ്പം ഇനി ഇവർ പ്രാർത്ഥിച്ച് മമ്മിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് പ്രാർത്ഥനയുള്ള ഒരാളാണ്. മമ്മി അവിടെ കടലുണ്ടെന്ന് പറഞ്ഞപ്പോ മമ്മി പറയാം കടലല്ല പള്ളി എവിടെ. അപ്പൊ പള്ളിത്തെ അച്ഛനും പള്ളിയും അങ്ങനെ പള്ളിത്തെ അച്ഛനെ കണ്ടെങ്കിൽ വിട്ടില്ലേ മമ്മി അപ്പൊ അത്ര ഇഷ്ടമുള്ള ആളാണ്. പ്രാർത്ഥനയും ഇതൊക്കെ ആയിട്ട് പോണ ആൾക്കാരാണ്. അവർക്ക് കൂടുതലും സ്ഥലങ്ങൾ കാണുന്നേക്കാളും കൂടുതൽ പള്ളിയും അതേപോലത്തെ കാര്യങ്ങൾ കാണാനൊക്കെയാണ് ആഗ്രഹം. ഇന്നത്തെ ദിവസം മൊത്തം വെട്ടുകാടും വേളി കൊല്ലെല്ലാം പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഞങ്ങൾ തൊണ്ട മേടിക്കാന്നൊക്കെ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുകയാണ്. അപ്പം ഇനി ഇവിടെ നിന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഫ്രണ്ടിൽ പോയിട്ട് അവിടെ നിന്ന് കുറച്ചു നേരം ബീച്ചിൻ്റെ അവിടെ നിന്ന് അവിടെ നിന്ന് നേരെ വെട്ടുകാട് വരും. വലിയ പള്ളിയല്ലേ വലിയ പള്ളിയാ. ഇവിടുത്തെ പെരുന്നാളെന്നൊക്കെ പോകുന്ന തന്നെ വമ്പം പെരുന്നാളാണ്. ഇവിടെ മൊത്തം ലൈറ്റ് വരുന്നു പെരുന്നാളിലാണ്. വലിയ ഘോഷയാത്രയ്ക്ക് വരുന്നു. അതെ നല്ല കട്ട അതെ കറക്റ്റായിട്ടുള്ള വലിയ പറയാനല്ലേ. അപ്പൊ ഗൈസ് പോയിട്ട് പ്രാർത്ഥിക്കാൻ പോവാണ്. നടക്കണേ ഇത് മറ്റേ കൊന്തയും ഇതൊക്കെ വരുന്ന സ്റ്റാളാണ്. അതൊന്നും മുടക്കാം. അല്ലെങ്കിൽ ഇവിടെ നിന്ന് വെട്ടുകാടുണ്ടാവട്ടെ. പക്ഷെ വെട്ടുകാട് നല്ലൊരു വെറൈറ്റി ആയുള്ള ഇങ്ങനത്തെ രൂപം ഇവിടെ മത കണ്ടല്ലോ. അതെ അതാണ് നമ്മള് കുർബാനയ്ക്ക് നമുക്ക് കുർബാന കൊടുക്കുമ്പോ തരുന്നത്. വീഞ്ഞായിട്ട് എന്തുകൊണ്ട് ഞാനിക്കാനേ കാലുമൊക്കെ വിട്ടു. അമ്മയ്ക്ക് പള്ളികള് എങ്ങനെയുള്ള മൂന്ന് കാര്യം നടക്കും. അമ്മ എന്റെ കാര്യം പറയുന്നത് അപ്പു കണ്ട് വിളിച്ചോണ്ടിരിക്കുന്നുണ്ട് അവിടെ ഒരാള്. ഇടുവാ അടിച്ചേ
എങ്ങനെയുണ്ട് മമ്മി പള്ളി? ഇഷ്ടപ്പെട്ട പള്ളി ഇഷ്ടപ്പെട്ടു. വലിയ പള്ളിയല്ലേ? ഇനി പോവാൻ ഇവിടെയാണ് കുർബാനക്കൊക്കെ ആൾക്കാർ ഇരിക്കുക. ഇതിനുള്ളിൽ മൊത്തം ആൾക്കാരാ. അതാണ്, അതിലാണ് എണ്ണ ഒഴിച്ച് തിരി കത്തിക്കുന്ന സ്ഥലം. ഇവിടെ മെഴുക തിരി കത്തിക്കുന്ന പരിപാടി ഇല്ലേ കുർബാനക്ക്? അപ്പൊ നമ്മളിനി ഇവിടുത്തെ പ്രാർത്ഥന കഴിഞ്ഞു. ഇനി ഞങ്ങൾ കുറച്ചു നേരം ഫ്രണ്ടിലത്തെ ബീച്ചിനവിടെ പോയി റിലാക്സ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വെട്ടുകാട്. അതെ, ആദ്യ വാ. ലൈറ്റ് ഒക്കെ ഇട്ടുട്ടാ പള്ളിയുടെ പൊന്നെന്തൊക്കെയോ ഇങ്ങനെ പറഞ്ഞ് സംസാരിച്ച് പപ്പയുടെ കൂടെ പതുക്കെ ഇങ്ങനെ നടന്നവര് ഇതൊക്കെ കാര്യമായിട്ട് പറഞ്ഞു കൊടുക്കേണ്ട പൊന്നു. അപ്പൊ ഗൈസ് അമ്മൂന്ന് വിളിക്കാൻ അമ്മച്ചിന്ന് വിളിക്കാൻ പറ്റല്ലേ അമ്മു. ഞാനത് മമ്മി അന്നാ പിന്നെ അമ്മൂന്ന് അമ്മൂന്ന് അതിന് നമ്മുടെ അമ്മൂന്ന് വലിയ അല്ല ഞാൻ പറഞ്ഞില്ലേ അത് അമ്മച്ചിന്ന് വിളിക്കാൻ പറയുമ്പോഴൊക്കെ അമ്മു അമ്മു. അപ്പൊ ഇതാണ് നമ്മുടെ വേളി പള്ളിയുടെ ഫ്രണ്ടിലുള്ള ബീച്ച്. അതെ, ഒരുപാട് ആൾക്കാര് ഉണ്ട് കേട്ടോ. അന്ന് ഞായറാഴ്ച കാരണം സൺഡേ ആയതുകൊണ്ട് അമ്മൂടെ അമ്മൂടെ ഇവിടെ ഇവിടെ അമ്മൂടെ ഇവിടെ മരിച്ചു കുഴിച്ചിട്ട് ഒരു സുഖ ബീച്ച് കണ്ടിരിക്കാലോ. തിരമാല അടിന്നൊക്കെ അമ്മയെ നല്ല വെള്ളം ഉണ്ട് കേട്ടാ. അവിടെ ഇറങ്ങണ്ട, ഇറങ്ങണ ഇവിടെ എവിടെ ഇരിക്കണ്ട. തങ്ങൾ ഇറങ്ങിയെന്ന് വേണമെങ്കിൽ അപ്പോ വെള്ളത്തിലിറങ്ങി ചോന അതെന്താ കയ്യില് നല്ല തിരമാലുണ്ട്. കഴിച്ചും കൂടെ വരാൻ വരും വെള്ളം. നമ്മള് അങ്ങോട്ട് പോയി കേരള മമ്മിയാ വരും ഇങ്ങോട്ട്. അതൊന്നും കുഴപ്പമില്ല. ചായ കുടിക്കാണ് കഴിച്ചു. ഓക്കെ
മമ്മിയും അവരിനെയൊക്കെ പള്ളിയിനുള്ളിൽ ഇരുത്തിയിട്ട് അവിടെ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയതാ. മമ്മിക്ക് ഒരു ചെറിയൊരു ഗിഫ്റ്റ് മേടിക്കാനായിട്ട്. മമ്മിക്ക് ഒരു സർപ്രൈസ് ഒരു ഗിഫ്റ്റ്. അതെന്താ ഞാൻ കാണിച്ചു തരാം. അത് കൊടുക്കുമ്പോൾ മമ്മിയുടെ എക്സ്പ്രഷൻ നോക്കണം നിങ്ങൾ. മുന്നും അപ്പൂനൊന്നും അറിയില്ല. ഞാൻ മമ്മിക്കത് ഇവിടെ വന്നപ്പോൾ കൊടുക്കാമെന്ന് വിചാരിച്ചാണ്. ചെറിയൊരു ഗിഫ്റ്റ് കാണിച്ചു തരാം. ഞാൻ ഈ ക്രിസ്തുരാജനാണ് മേടിച്ചേക്കുന്നത് കേട്ടോ. ഇത് മമ്മിക്ക് കൊടുക്കുമ്പോൾ മമ്മിയുടെ എക്സ്പ്രഷൻ നോക്കിയോളാം നിങ്ങൾ. നല്ലൊരു ക്രിസ്തുരാജൻ. മമ്മിയുടെ കണ്ണ് തള്ളു കേട്ടോ. ഇത് കാണുമ്പോൾ എക്സ്പ്രഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. മമ്മിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരിതാണ് ഈ പ്രാർത്ഥന. അവര് പണ്ടോട്ട് ഇങ്ങനെ പ്രാർത്ഥനയില് നടക്കണം, മുഴുകി നടക്കുന്ന ആൾക്കാരാണ്. എല്ലാവരും പ്രാർത്ഥിക്കും, പക്ഷെ എല്ലാവരെക്കാളും കൂടുതൽ പ്രാർത്ഥിക്കുന്നത് പള്ളിയിൽ പോണതായുള്ള ആൾക്കാരാണ് അവരൊക്കെ. അവർക്ക് ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെയാണ് ഏറ്റവും ഇഷ്ടം. നമ്മളെ കൊണ്ട് പറ്റുന്നൊരു ഗിഫ്റ്റ് വന്നിട്ട് കൊടുക്കുന്നതാണ്. ഗൈസ്, അങ്ങനെ ഞങ്ങൾ കുർബാന കഴിഞ്ഞ് ഇറങ്ങി. അപ്പോൾ അടുത്ത നെക്സ്റ്റ് ഇംഗ്ലീഷ് കുർബാന കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഇതേ മമ്മിക്കും പപ്പയ്ക്കും വേണ്ടി ഒരു ഗിഫ്റ്റ് പള്ളി നടയിൽ വെച്ചിട്ട് പപ്പയ്ക്കും മമ്മിക്കും. അതവനെ കാണാണ്ടായി. ഞാൻ അന്വേഷിച്ച് നടക്ക പിടിക്ക് പോയി എന്ന് വെച്ചിട്ട് എനിക്കറിയില്ല. അവിടെ ഇരിക്കണ ആ പുസ്തകം അവിടെ മേടിക്കും. ഇവിടെ വിളിച്ചിട്ടുണ്ട് പള്ളി നടയിൽ വെച്ചിട്ട് ഗിഫ്റ്റ്. ഞാൻ വിച്ചുനെ കാണാടാ അന്വേഷിച്ചു അടക്ക. നമ്മുടെ വീട്ടിൽ ഞാൻ മേടിക്കാൻ പറഞ്ഞ വേണ്ട. ചിരിക്കണു ചിരിക്കണു കണ്ണി നീര് വരുന്ന പോലെ. അമ്പാച്ചേ മുത്ത് 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 കണ്ണൂർ അഞ്ചിട്ട് കണ്ണൂർ അപ്പൊ ഇവിടെ ട്രിവാൻഡ്രത്തിന്റെ ഞങ്ങളുടെ ഓർമ്മയ്ക്ക് ഞാൻ എനിക്കറിയില്ല. ഞാൻ ആദ്യം വിചാരിച്ചു ബാത്റൂമിൽ പോയിട്ട് അന്നേരം കാണണ്ടായപ്പോ ഞാൻ ഇവിടെ വന്ന് തപ്പന്നെ. നിങ്ങളുടെ മുഖത്ത് നോക്കുന്നു ചിരിക്കുന്നു. മമ്മിയില് പല പല സ്റ്റാച്യൂസിന്റെ കളക്ഷൻ ഉണ്ട്. അതാണ് പപ്പ പറഞ്ഞത്. വീട്ടില് രൂപങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. പക്ഷെ മമ്മിയുടെ ഇതില്ല. പിന്നെ വേറെ ചില്ലുമെന്ന് വീണത് പ്രാർത്ഥിച്ചോണ്ടിരിക്കുമ്പോ എനിക്കെന്തൊരു വിഷമം പറയും. അതിന്റെ പടം വെച്ചിട്ട് ചില്ലിന്റെ ഇങ്ങനെ തട്ടുണ്ട് ചൂടിന്റെ പേര് എന്തായാലും ക്രിസ്തുരാജല്ലോ. ഞാൻ വന്നിട്ട് ആദ്യത്തല്ലേ ഞാൻ വന്നിട്ട് ഞാൻ വെച്ചു രാവിലെ പോയിട്ട് കുറെ നേരം ഇവിടെ വന്ന് നോക്ക് ക്രിസ്തുരാജനെ ഭയങ്കര ഇഷ്ടമാണ്. എന്നോട് പറയാം നമുക്ക് മേടിക്കാൻ അപ്പൊ ഞാൻ പറയാം എനിക്ക് തിരികെ ചെങ്കോലുണ്ട് കേട്ടോ അടിയില്. അതെടുത്ത് കയ്യിലൂടെ വയ്ക്കണം. ചെങ്കോല് ഊരി വെച്ചേക്ക. അത് എടുത്ത് കയ്യിൽ വയ്ക്കണോ? അത് ഇങ്ങനെ ഇവിടെ കയ്യിലുള്ളിലേക്ക് ഇങ്ങനെ വെക്കണം. ഇറക്കി വെച്ചാ അങ്ങനെ പിടിച്ച് ചെങ്കോല് പിടിച്ചിരിക്കുന്നതാണ്. എനിക്ക് ഇഷ്ടായി.
എന്നോട് പറഞ്ഞ ഞാൻ സമ്മതിച്ചില്ല, ഞാൻ പറഞ്ഞു തിരികെ. അല്ല ഇങ്ങനത്തെ വീട്ടിലൊന്നും ഉണ്ടാവില്ല ആരും. ആരും വീട്ടിലുണ്ടാവില്ല എന്ന് ഞാൻ പറഞ്ഞാൽ തന്നെ കാരിസം പിള്ളേർക്ക് ക്രിസ്ത്യാനിന്റെ പ്രദർശനം ഉണ്ടാവാറുണ്ട് സെന്ററിൽ നിന്ന് നമ്മുടെ പള്ളി. അതിങ്ങനത്തെ ആവില്ല, നിന്നിട്ട് കുരിശ് പിടിച്ചിട്ടുള്ളതാവും അവിടെ ഉള്ളത്. കപ്പളയിലും അതന്നെയാ, ഇങ്ങനത്തെ ഉണ്ടാവില്ല. ഇതാണ് കറക്റ്റ്. രാജാവായിട്ട് ഇരിക്കില്ല, രാജാവാണ്. രാജാവാണ്, ഒരിക്കലും ആള് രാജാവെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ ആള് ശരിക്കും രാജാവാണ്. രാജാവാണ് യഹൂദന്മാരുടെ രാജാവായ അതാണ് ഈശോയ്ക്ക് അതിലൊന്നും ഇതില്ല. എല്ലാവരും ക്രിസ്തു രാജാവായിട്ട് അംഗീകരിക്കണം. അല്ലാണ്ട് മമ്മി വീട്ടിൽ പോയിരിക്കും പ്രാർത്ഥിച്ചോളാം ഞങ്ങൾക്ക് വേണ്ടി. ഓടി കളിക്കും പപ്പ. ആണല്ലേ? അല്ല ഗൈസ്, ഇവിടെ കളിയുണ്ട്, കളി ഇവിടെ ഭയങ്കര കളി, ഭയങ്കര കളി, ഭയങ്കര കളി. പാനിപൂരി ഇഷ്ടമുള്ളവർ കമന്റ് ചെയ്യുന്നു. അടിച്ച് ഇങ്ങനെ കഴിക്കുന്ന നല്ല രസമാണ്. പക്ഷെ ഇടക്ക് നക്കി നക്കി മൊത്തം കഴിക്കില്ല അവൻ ചില സമയത്ത്. സംഭവം പൊന്നു സംഭവം ഭയങ്കര ഇഷ്ടമാണ് കേസ്. അതാണ് പൊന്നു ബട്ടറിന് അൺപെയ്ഡ് പ്രൊമോഷൻ കൊടുക്കണം. ഞാനും വെച്ച് പറഞ്ഞത് മമ്മിക്ക് ഇന്നത്തെ ഇഷ്ടമായി ഗൈസ്. മമ്മിക്ക് മസാല ഇഷ്ടമായിരുന്നു, പപ്പയ്ക്ക് ഇത് ഇഷ്ടമായി. എരിവില്ല, ഇനി പപ്പയ്ക്ക് ഇപ്പൊ എരിവ് കൂട്ടാൻ പറ്റുന്നത്. പണ്ട് പപ്പ ഭയങ്കര എരിവിന്റെ ആളായിരുന്നു. ഇപ്പൊ ചേട്ടാ ഐക്യം ചെന്നോണ്ടിരിക്കയാണ്. പപ്പയും മമ്മിയും അവിടെ പോയിരുന്നു. അപ്പൊ മമ്മിക്ക് ഭയങ്കര സന്തോഷമായി ആ ഗിഫ്റ്റ് കൊടുത്തപ്പോൾ കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ അതേപോലെ. അപ്പൊ ഫുഡടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. റസ്റ്റിംഗ് ഇത് വേറെ, അത് വേറെയാ. അപ്പൊ ഓടിച്ച്
ഐ ലവ് യു. അമ്മൂനെ വിളിക്കുന്നു. അത് കഴിക്കില്ല. അമ്മയും പപ്പയും ദേ ഇവിടെ ഇരിക്കുന്നുണ്ട്. പാപ്പ എങ്ങനെയുണ്ട് ഇന്ന് പോയിട്ട് ഔട്ടിങ്ങൊക്കെ? സന്തോഷായി. നല്ല ഇഷ്ടപ്പെട്ടു. വേളി പള്ളിയാണോ ഇഷ്ടപ്പെട്ടെ? വെട്ടുകാട് പള്ളിയാണോ ഇഷ്ടപ്പെട്ടെ? വേളി വെട്ടുകാട് പള്ളി എപ്പോഴും നിറച്ച് തിരക്ക് കണ്ടാ. എല്ലാ ഭാഷയിലുള്ള കുർബാന കണ്ടു അല്ലേ? ഇംഗ്ലീഷ്, ഹിന്ദി. ഞങ്ങളെ കുർബാന സ്വീകരിച്ചു എല്ലാരും. അവിടുത്തെ ബീച്ചിൽ ഇറങ്ങിയില്ല. പപ്പ പറഞ്ഞു ഇനി നമുക്ക് തിരിച്ചു പോവാം. വിച്ചുവിന് ജോലിക്കൊക്കെ പോണ്ടേ, അവന് ആദ്യം സ്കൂളുണ്ട് പറഞ്ഞു. അത് കഴിഞ്ഞ് വണ്ടിയിൽ കയറിയപ്പോ മമ്മി പറയാ ബീച്ചിൽ ഇറങ്ങണില്ലേ ഇത്. അപ്പൊ ഞങ്ങളതന്നെ വിചാരിച്ചേ. പിന്നെ പപ്പ നമുക്ക് വീട്ടിൽ പോവാന്ന് പറഞ്ഞാ എന്നാ പിന്നെ പോകുന്നതാ. അവിടെ വെട്ടുകാട് ബീച്ചിൽ ഇറങ്ങിയില്ല, വേളി ബീച്ചിൽ സമയായി. അത് പപ്പ അതാണ് പറയണേ, അവന് പോകണ്ട പോവാന്ന് പറഞ്ഞത്. അത് കാരണം അപ്പൂസിന് നാളെ ക്ലാസ്സില്ലേ അല്ലേ? അപ്പൂസിന് സ്കൂൾ തുടങ്ങിയ അന്ന് മുതൽ ഇന്നും ക്ലാസ് ഇല്ലേ? തന്നെയായിരുന്നു 2 ദിവസം മുന്നേ പറഞ്ഞു. അത് ഒരു ദിവസം പപ്പഴമ്മ കൂടെ നിൽക്കാൻ പറ്റിയവന് ഒരു മുടക്ക് ദിവസം. അടിച്ചുകുട്ടാമ്പിക്ക് നാളെ കുക്കൂലുണ്ട്. അടിച്ചുകുട്ടാമ്പി കുക്കൂല് പോവും. കുക്കൂല് മമ്മി കൊണ്ടുവന്ന കൊക്കു അടച്ചിഞ്ഞുകൊണ്ട് നടക്കാൻ അടിച്ചുകുട്ടാമ്പി കുക്കൂ മ്യൂ മ്യൂ മ്യൂ. ചിമ്പുകൂട്ടനോടാ ചിമ്പുകൂട്ടൻ. ചിമ്പു ചിമ്പു ചിമ്പുനാണല്ലോ അതിനെ പുറത്തിട്ടാ. അങ്ങനെ നമ്മൾ ഡിന്നറിന്റെ കാര്യങ്ങൾ നോക്കാണ്. അപ്പോൾ ഇവിടെ ബീഫ് സെറ്റപ്പ് ചെയ്യണം. വിച്ചു ബീഫ് വേവിച്ച് വെച്ചിട്ടുണ്ട്, നേന്ത്രക്കായ വേവിച്ച് വെച്ചിട്ടുണ്ട്. വിച്ചുവിന് കഷ്ണങ്ങൾ ഇടുന്നത് ഇഷ്ടമല്ല. അവൻ ചക്ക വേവിച്ച് വെച്ചിട്ടുണ്ട്, പക്ഷെ ആൾക്ക് കഷ്ണം ഇടുന്നതൊന്നും ഇഷ്ടമല്ല. അപ്പം നേന്ത്രക്കായ ഇടാൻ സമ്മതിച്ചു, ചക്ക ഇടാൻ സമ്മതിക്കുന്നില്ല. അപ്പോൾ പിന്നെ ചക്ക ഇടണ്ടെന്ന് പറഞ്ഞു. പിന്നെ നമ്മുടെ ഉച്ചക്കത്തെ കുറച്ച് ചിക്കനുണ്ട്. നമ്മൾ ചപ്പാത്തി മേടിച്ചിട്ടുണ്ട് കേട്ടോ, കുക്കഡായിട്ടുള്ളത്. നമ്മൾ സാധാരണ ഇങ്ങനെ ഹാഫ് കുക്കഡ് മേടിക്കാറ്, പക്ഷെ കഴിഞ്ഞു. ഇന്ന് സൺഡേ ആയതുകൊണ്ട് കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ ചപ്പാത്തി കുറച്ചിങ്ങനെ മേടിച്ചിട്ടാണ്. ആ ചപ്പാത്തിയും ബീഫും വെച്ച് സിനിമ ഡൗൺലോഡ് ചെയ്യാൻ നോക്കാം അല്ലേ? നടന്ന സംഭവം ഇറങ്ങിയില്ലേ? ഇതേ ചക്ക വേവിച്ച് വെച്ചിട്ടുണ്ട് ഗൈസ്. എന്നാൽ ഉപ്പേരിയായിട്ട് കഴിക്കാം. അപ്പോൾ അത് ആദിക്ക് കൊടുത്ത് വെച്ചിട്ടുള്ളതാണ്. പിന്നെ ഇത് ചായ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്.